ഇന്ന് എല്ലാം കൊണ്ട് ഒരു ഐശ്വര്യമുള്ള ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ റെഡി ആയിട്ട് കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പം 7 മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് കോളേജിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്ത് കേട്ടോ. വെളുപ്പാങ്കലം വരെ പ്രസൻറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരു ഇച്ചിരി ലേറ്റ് ആയപ്പം കോളേജിൽ കയറ്റിയില്ല കേട്ടോ. അപ്പോൾ കയറ്റും എന്നുള്ള പ്രതീക്ഷയിൽ കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും കയറ്റത്തില്ല എന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. പിന്നെ തിരിച്ചു പോയപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് ഒരു തൈര് മേടിച്ചായിരുന്നു. പോയ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ലസ്സി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ കുറച്ച് സ്ട്രോബെറിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു സ്ട്രോബെറി ലസ്സി തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്ട്രോബെറി ലസ്സിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കയറി ഒന്ന് കാണണേ. ബാംഗ്ലൂരിൽ ഇപ്പോഴത്തെ ചൂടിന് ഈ ഒരു ലസ്സി അടിപൊളി സെറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുടിച്ചിട്ട് ലഞ്ചും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചക്കത്തെ ഇൻഡോർ ഗെയിംസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഡോർ ഗെയിംസിലൊന്നും ഞാൻ പങ്കെടുക്കുന്നില്ലായിരുന്നു. എൻ്റെ ക്യാരംസ് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ത്രോ ബോളിൻ്റെ മാച്ച്. അങ്ങനെ ഇൻഡോർ ഗെയിംസ് മാച്ച് എല്ലാം കഴിഞ്ഞപ്പം ഞങ്ങൾ ഗ്രൗണ്ടിൽ ത്രോ ബോൾ മാച്ചിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടും പ്രിപ്പയർഡ് ആയിട്ടുമാണ് കളിച്ചത്. പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അത്രയ്ക്ക് ലക്കില്ലാത്തതുകൊണ്ട് സംഭവം അങ്ങോട്ട് കളറായില്ല. പിന്നെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പം തോൽവിയും ചെയ്യൊക്കെ നോർമൽ ആയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ എടുത്തു കേട്ടോ. പിന്നെ വിഷമമുണ്ടോയെന്ന് വെച്ചാൽ വിഷമമൊന്നും ഇല്ല, ചെറിയൊരു സങ്കടം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടൈം അതൊക്കെ സെറ്റാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ വട്ടം വിട്ടു കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാം കൊണ്ടും നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമായിരുന്നു എന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.